പ്രിയപ്പെട്ട ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ആലോചിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ പ്രിയപ്പെട്ടവനായ നബീനെ അതിയായി സ്നേഹിച്ച് നബി ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിച്ച, അതായത് നബീന്റെ വാഹനമൃഗം എതിലൂടെ പോയോ അതിലൂടെ സ്വന്തം വാഹനമൃഗത്തിനെ പോക്കാൻ ശ്രമിച്ച ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ചെയ്തതെന്താ നിങ്ങളെ കേട്ടിരുന്നോ? പാട്ട് മ്യൂസിക് കേട്ടരും വിരല് ചെവിയിൽ വെച്ചു. നാഫി അവരുടെ ശിഷ്യൻ ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ പറയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും മ്യൂസിക്കിനെ സഹാബിമാർ ശ്രദ്ധിച്ചിരുന്നു. പ്രിയപ്പെട്ട ആലോചിച്ച് നോക്ക്, ഇന്ന് ചില ആളുകൾ വന്നിട്ട് വളരെ കാഷ്വലായിട്ട് അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, ഇഖ്തിലാഫുള്ള വിഷയമാണ്. ആർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം? ഇതെന്താ ചെയ്യുന്ന അറിയും? എങ്ങനെയെങ്കിലും മ്യൂസിക് ഇവർക്ക് മ്യൂസിക് ഇഷ്ടം, എങ്ങനെയെങ്കിലും മ്യൂസിക് ഹലാലാക്കണം. അപ്പൊ ഏതെങ്കിലും പണ്ടിനെ ഏതെങ്കിലും സ്ഥലത്ത് എപ്പോഴെങ്കിലും പറഞ്ഞു നോക്കും, ഫത്വ ഷോപ്പിംഗ് ചെയ്യും. എന്നിട്ട് ആ പണ്ഡിതനെ ഓക്കെ ഓല് പറയുന്നത് നമ്മളുടെ ഇച്ഛക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നമ്മളത് സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനോട് ഇഖ്ലാസുള്ള ഒരു മനുഷ്യൻ അത്രയും തെളിവ് ഖുർആനും സുന്നത്തിലും ഇതിനെതിരെ വന്നിട്ടുണ്ട്.